നമസ്കാരം, മീഡിയനെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണം, വീട്ടമ്മ മരിച്ചു. മുണ്ടോൻ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നേര്യമംഗലം കാഞ്ഞിരവേലയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക മരിച്ചു. മുണ്ടോൻ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിര രാമകൃഷ്ണൻ ആണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെ 8:30 സംഭവമുണ്ടായത്. ഇന്ദിര കൂവ വിളവെടുക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത്. സമീപത്തെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ശബ്ദം കേട്ട് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ ഓടിയെത്തി ബഹളം വച്ചാണ് കാട്ടാനയെ തുരത്തിയത്. ഉടൻ തന്നെ ഇന്ദിരയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചെമ്മൻകുഴി ഭാഗത്ത് നിന്ന് പെരിയാർ കടന്നെത്തിയ കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആക്രമണം നടത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. സംഭവത്തിൽ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആന ഇക്കരയ്ക്ക് അക്കരെ നിന്ന് RRT ടീം ഇക്കരയ്ക്ക് ഓടിക്കുന്നു. RRT ടീമല്ല, നാട്ടുകാർ ഇക്കരയ്ക്ക് ഓടിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഓടിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ പുഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരവേലി ഭാഗത്ത് കയറി ഈ ചേച്ചി അവിടെ പൂവ് കുറച്ചുകൊണ്ടിരിക്കുകയത് പറമ്പില്. അന്നേരമാണ് ആന വന്ന് തട്ടിയിട്ട് പോയത്. ഞങ്ങൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാനുള്ളായിരുന്നു. ഇത് സ്ഥിരം എന്നും അതിക്കിടെ ഇറങ്ങി കിടക്കുന്നേ. ആന എന്താ ചെയ്തെന്ന് ആന തലക്കിട്ടിടിക്കാന്നാ തോന്നണേ. തലയിൽ ഇവിടെ ചെവിയുടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.